ഹായ് നമസ്തേ, എല്ലാവർക്കും മുംബൈ മലയാളി യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആയിട്ട് വരികയാണ്. വ്യത്യസ്തമായതെന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് തന്നെ ഒരു വീഡിയോയ്ക്ക് തുടക്കം കുറിച്ചിരുന്നു. ഞാൻ ഇതേവരെ കാണിക്കാത്ത വീഡിയോകൾ, വള്ളം, അതായത് ചുണ്ടൻ വള്ളങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേക തനിമ മാത്രം ഉള്ള ഒരു പ്രത്യേക തരം വള്ളമാണ്. അത് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഭാരതത്തിൽ മറ്റ് ഏത് സ്ഥലത്ത് ചെന്നാലും ഇങ്ങനത്തെ ഒരു വള്ളം ലോകത്തെങ്ങും കാണാൻ സാധിക്കില്ല. അപ്പോൾ ചുണ്ടൻ വള്ളത്തിൻ്റെ പ്രാധാന്യം അത്രയേറെയാണ്. ചുണ്ടൻ വള്ളങ്ങൾ പ്രത്യേകിച്ച് മത്സരവള്ളംകളിയിൽ പോകാറുണ്ട്. അപ്പോൾ തുഴക്കാർ, ഇത്രയും അധികം തുഴക്കാർ ഒന്നിച്ച് താളത്തോടുകൂടി തുള്ളി ഇങ്ങനെ പാട്ടും പാടി പോകുന്ന, പിന്നെ നമ്മുടെ വള്ളപ്പാട്ടും പാടി പോകുന്ന കുട്ടനാടൻ ദേശങ്ങളിലെ മത്സരങ്ങളൊക്കെ എല്ലാവരും കണ്ടു കാണും. പക്ഷേ ആറന്മുള ഭഗവാന് സദ്യ ഊട്ടുന്ന, ആറന്മുള പാർത്ഥസാരഥി ശ്രീകൃഷ്ണന് സദ്യ ഊട്ടുന്ന ഭഗവാന് ആനന്ദിപ്പിച്ചുകൊണ്ട് വള്ളക്കാർ തുഴയെറിഞ്ഞുകൊണ്ട് വാശിയോടെ ഒരു മത്സര വീര്യത്തോടു കൂടി തന്നെ അവിടെ ഒരു പ്രത്യേക ഒരു സൗന്ദര്യമാണ്. അവർ വന്ന് ഭഗവാന്റെ മുന്നിൽ വന്ന് വള്ളസദ്യക്ക് ഇരുന്ന് ആഹാരങ്ങൾ ചോദിച്ച് വാങ്ങിച്ച് വിളമ്പി കഴിക്കുന്ന ഒരു ഏർപ്പാട്, അത് നമ്മുടെ ആറന്മുളയുടെ മാത്രം പ്രത്യേകതയാണ്. ആറന്മുള ഭഗവാന് കൊടുക്കുന്ന വഴിപാടായിട്ടാണ് എല്ലാവരും വള്ളസദ്യ ബുക്ക് ചെയ്ത് അത് നടത്താറ്. അതിന് വളരെ നേരത്തെ അത് ബുക്ക് ചെയ്യുകയും വേണം. ഇപ്പോൾ വള്ളസദ്യ തുടങ്ങിയത് ഇപ്പോൾ 2-3 ദിവസമേ ആയിട്ടുള്ളൂ. ആറന്മുള വള്ളസദ്യക്ക് തുടക്കമായിട്ട് അന്നത്തെ ആദ്യത്തെ വീഡിയോ ഞാനിവിടെ ഷെയർ ചെയ്തിരുന്നു നിങ്ങൾക്കായിട്ട്. അതെല്ലാവരും കണ്ടു കാണും. കണ്ടില്ലെങ്കിൽ വീഡിയോ ചാനൽ കയറി കാണുക. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ആദ്യത്തെ സദ്യകൂട്ട്. അപ്പം ആ വീഡിയോയ്ക്ക് ശേഷം ഇപ്പോൾ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് കാണിക്കുന്നത് സദ്യകൂട്ടോ ഒന്നുമല്ല. ഈ വീഡിയോയിൽ അയിരൂർ പള്ളിയോടം, അതായത് നമ്മുടെ ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പള്ളിയോടങ്ങളുടെ ഒരു നീണ്ട ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. അത് പേരുകൾ കൊണ്ട് എനിക്ക് പറഞ്ഞ് തീർക്കാൻ സാധിക്കില്ല. നമുക്കറിയാവുന്ന പള്ളിയോടം എന്ന് പറഞ്ഞാൽ ഇവിടെ അയിരൂർ പള്ളിയോടം ഇവിടെ അടുത്താണ്. കൊറ്റാത്തൂർ പള്ളിയോടമുണ്ട്, ഇടപ്പാവൂർ പള്ളിയോടമുണ്ട്, പിന്നെ കാട്ടൂർ പള്ളിയോടമുണ്ട്. ഇവിടെ തന്നെ ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത്രയും പള്ളിയോടങ്ങൾ. അപ്പം ഈ അയിരൂർ പള്ളിയോടം ഇന്ന് നീറ്റിലിറക്കുന്ന ഒരു പ്രത്യേക ചടങ്ങ് ഇന്ന് നടന്നിരുന്നു. അത് ഇവിടെ പമ്പയാറിലേക്ക് അയിരൂർ പള്ളിയോടം പുതുക്കിപ്പണിത് നീറ്റിലിറക്കിയ ആ ചടങ്ങ് വളരെ സുന്ദരമായ ചടങ്ങ്. എല്ലാവർക്കും കാണാം, വീഡിയോ മുന്നോട്ട് കാണുക. അപ്പം ഈ അയിരൂർ പള്ളിയോടത്തിൻ്റെ സദ്യയൂട്ട് ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. പള്ളിയോടങ്ങളൊക്കെ ആറന്മുള ഭഗവാന്റെ അടുത്ത് പോകുന്ന സമയത്ത് ഇവർക്കും അവരുടേതായിട്ടുള്ള അവസരങ്ങളുണ്ട്. അപ്പം ഈ തുഴയുന്ന തുഴക്കാരെല്ലാം കൂടുതലും ചെറുപ്പക്കാരും യുവജനങ്ങളുമാണ്. അതായത് ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ഒരു 26 വയസ്സ് 30 വയസ്സ് ഇടയ്ക്ക് വരുന്ന ആൾക്കാരാണ് കൂടുതലും ഈ അയിരൂർ പള്ളിയോടത്തിലുള്ളത്. കഴിഞ്ഞ വർഷത്തെ ആറന്മുള മത്സര വള്ളംകളി നടക്കും. അവിടെ മത്സരമല്ല എങ്കിൽ പോലും ആറന്മുള വള്ളംകളി നടക്കുന്ന സമയത്ത് അയിരൂർ പള്ളിയോടം ഫസ്റ്റ് പ്രൈസ് വിന്നേഴ്സ് ആണെന്നാണ് അറിയുന്നത്. ആർക്കും പ്രൈസ് കൊടുത്തില്ലെന്നാണ് അറിയുന്നത്. കാരണം കഴിഞ്ഞ വർഷം നടന്ന മത്സരത്തിലെ അവസാന ലാപ്പിൽ പൂവത്തൂർ പടിഞ്ഞാറ് വള്ളവുമായിട്ട് കൂട്ടിയിടിച്ച് വലിയൊരു അപകടം ഒഴിവായിരുന്നു. അത് ഇവർ വാശിയേറി മത്സരത്തോടെ വന്നപ്പോൾ പൂവത്തൂർ വള്ളത്തിന് നേരെ അത് ചരിഞ്ഞു വന്ന് ഇടിച്ചു എന്നാണ് പറയുന്നത് അയിരൂർ പള്ളിയോടം. അപ്പോൾ അതേ പള്ളിയോടം തന്നെ ഒന്ന് പുതുക്കി പണിതിരിക്കുകയാണിപ്പോൾ. പൂവത്തൂർ പടിഞ്ഞാറ് പള്ളിയോടവും പുതിയ വള്ളം അവർ പണിഞ്ഞ് നീറ്റിലിറക്കാനായിട്ടിരിക്കുന്നു. അതിൻ്റെ വീഡിയോ ഇനി വരും. അതിൻ്റെ വീഡിയോ ഇപ്പോൾ കണ്ടൻറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. എന്തായാലും ഈ അയിരൂർ പള്ളിയോടമാണ് അവിടെ ഇടിച്ച് ഡാമേജ് അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ. ഒരു വലിയ ഒരു തുഴച്ചിലുമായിട്ട് വരുന്ന, ഇത്രയും തുഴച്ചിലുകാരുമായി വരുന്ന ഒരു വള്ളത്തിൽ ഇടിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റിലുള്ള വ്യത്യാസം വരും. അപ്പോൾ അവർ വള്ളം പുതുക്കി പണിത് ഇപ്പോൾ ഇറക്കിയിരിക്കുകയാണ്. വീഡിയോ മുന്നോട്ട് കാണുക. നല്ല ആ വള്ളത്തിൻ്റെ ഭംഗി, തുഴക്കാരുടെ ആവശ്യം എല്ലാം കാണുക, കരക്കാരുടെ. അപ്പം പമ്പയാറിലേക്ക് നീറ്റിലേക്ക് ഇറക്കുന്ന ആ വള്ളത്തിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് കാണുക. വീഡിയോ സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.